ഇന്നത്തെ എൻ്റെ ദിവസം കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എഴുന്നേറ്റത് 5 മണിയായപ്പോഴത്തേക്കുമാണ്. അപ്പം 5 മണിയായപ്പോഴത്തേക്കും എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ അമ്മ പുറത്ത് ഉണ്ട്, പുറത്ത് അടുക്കളയിൽ ചോറ് വെക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെളുപ്പിന് 5 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റത്. അപ്പോൾ വാവ എൻ്റെ ഒപ്പം എഴുന്നേറ്റായിരുന്നു, അവന് പാലൊക്കെ കൊടുത്ത് ഉറക്കി. അപ്പോൾ വേറെ ആരും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് അനിയന് പൊതിച്ചോറ് കൊടുത്തു വിടാമെന്ന് കരുതിയിട്ട് 1-2 കറികളൊക്കെ ഉണ്ടാക്കുവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബീൻസ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ബീൻസൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഞാൻ ചെറുപയർ ഇന്നലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും റെഡിയാക്കണം. രാവിലെ എഴുന്നേറ്റ് പുട്ടും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയതാണ് കേട്ടോ. പക്ഷേങ്കിൽ ഒന്നും നടന്നില്ല. കാരണം ഞാനാണെങ്കിൽ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായത് കൊണ്ട് ഞാനിന്ന് അത് ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പം 10 മണിക്കത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പൊതിച്ചോറ് കെട്ടാമെന്ന് കരുതി. ഉച്ചത്തേക്ക് വേറെ പാത്രത്തിലാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. അപ്പം അങ്ങനെ ഞാനാണെങ്കിൽ ബീൻസ് എല്ലാം കഴുകി റെഡിയാക്കി വെച്ചു. പിന്നെ അപ്പുറത്ത് ക്യാരറ്റും സബോളയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ ആ ക്യാരറ്റ് വാങ്ങിച്ചത് മുട്ടയിട്ട് ചിക്കി അങ്ങനെ തോരൻ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേങ്കിൽ ആ മുട്ട അവിടെ ഇരിക്കുന്ന മുട്ട എനിക്ക് പുട്ടും മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ ക്യാരറ്റും എന്നാ പാവയ്ക്കയൊക്കെ കൂടി വഴറ്റാൻ വേണ്ടിയിട്ട് പാവയ്ക്ക വാങ്ങണം. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് ചീത്തയായി പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് എപ്പോൾ എനിക്ക് എന്താണോ തോന്നുന്നത്, ഇപ്പോൾ തോരനാണെങ്കിൽ തോരൻ, മെഴുക്ക് വരട്ടിയാണെങ്കിൽ മെഴുക്ക് വരട്ടി, എന്താണോ തോന്നുന്നത് അന്നേരം അങ്ങ് എടുക്കും കേട്ടോ. അപ്പം ഞാൻ പിന്നെ ബീൻസ് തോരന് വേണ്ടിയിട്ടുള്ള സബോളയും കാര്യങ്ങളൊക്കെ അരിയുവാണ്. അപ്പം നല്ല ഇരുട്ടാണ് കേട്ടോ പുറത്ത്. ഞാനാണെങ്കിൽ ഇവിടെ നമുക്ക് ക്യാമറ എങ്ങനെ വെച്ചാലും ഈ ഒരു ഭാഗത്തോട്ട് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ക്ലാരിറ്റി കിട്ടത്തില്ല കേട്ടോ. ഇത്രയൊക്കെ ഇതാ കിട്ടത്തുള്ളൂ. കാരണം ബൾബിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ ഞാൻ അത് വെച്ചേക്കുന്ന ക്യാമറ. അതുകൊണ്ടാണ് അങ്ങനെ ഇതേപോലെ ഇരുളിമ. പിന്നെ ഈ ഒരു നമ്മുടെ ഇവിടുത്തെ അടുക്കളയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ഒരു ഇരുളിമയും ഇതൊക്കെ നിറഞ്ഞാണ് കേട്ടോ. നമ്മൾക്ക് അവിടെ ആ ഒരു പാത്രത്തട്ടിൻ്റെ ആ ഒരു ഭാഗത്തൊന്നും ഒത്തിരി സാധനങ്ങൾ ഇരിക്കണോണ്ട് തന്നെ നമുക്ക് ക്യാമറ വെക്കാൻ പറ്റത്തില്ല കേട്ടോ. വേറെ എങ്ങും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കാണുന്ന രീതിക്ക് വെക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ഒരുവിധം അങ്ങ് എന്താ പറയുക, ക്യാമറയൊക്കെ വെച്ച് അങ്ങ് എടുത്തു. അപ്പോൾ ഒരു ഫുൾ ഡേ കാണിക്കണ്ടേ. അപ്പം അല്ലെങ്കിൽ പിന്നെ പുറത്ത് നിന്ന് പോയി അരിയുമൊക്കെ ചെയ്യണം. പുറത്താണെങ്കിലും ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പുറത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. എൻ്റെ മുന്നിലത്തെ വീഡിയോയിലൊക്കെ ഞാൻ പുറത്ത് അടുക്കളയുടെ സൈഡിലായിട്ട് നിന്ന് പച്ചക്കറി അരിയണയൊക്കെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ നല്ല ക്ലിയറാണ്. നമുക്ക് പകൽ വെളിച്ചത്തിൽ അവിടെയൊക്കെ കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഇവിടെ ആണെങ്കിൽ പകലായാലും ഇതേപോലെ ഈ ഒരു വെളുപ്പിന് സമയമായാലും നമുക്ക് ഇത്രയും ക്ലാരിറ്റിയൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ബീൻസിലേക്കുള്ള സബോള, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം ഞാൻ അരിഞ്ഞിടും കേട്ടോ. എനിക്ക് എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് എടുത്ത് വെച്ചെങ്കിൽ മാത്രമേ എനിക്കൊരു തൃപ്തി ആവത്തുള്ളൂ കേട്ടോ. ചിലർ പകുതി സാധനങ്ങളൊക്കെ, അമ്മ അങ്ങനെയാണ് കേട്ടോ. അമ്മ ഇപ്പോൾ ബീൻസ് ആണെങ്കിൽ അരിയണമെങ്കിൽ, ഇപ്പോൾ ബീൻസ് തോരനൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അമ്മ ആദ്യം ബീൻസ് എടുത്ത് വെക്കും. അതിന് ശേഷം പിന്നെ അതിട്ട് വഴറ്റിയതിന് ശേഷമാണ് പിന്നെ പച്ചമുളക് ഉള്ളിലേക്ക് എടുക്കാൻ പോകുന്നത്. അങ്ങനെയാണ് കേട്ടോ. പക്ഷേ എനിക്കെല്ലാം ഇങ്ങനെ അടുപ്പിച്ച് വെച്ചെങ്കിൽ ഒരു തൃപ്തി വരത്തുള്ളൂ. പിന്നെ എല്ലാം അരിഞ്ഞൊക്കെ വെച്ചു. അതിന് ശേഷം ചെറുപയർ ഇവിടെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തലേദിവസം ഉണ്ടാക്കി വെച്ച കുറുകിയ കാളനാണ് കേട്ടോ. വെള്ളരിക്കയൊക്കെ ഇട്ട് ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ ഇവിടെ മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ താറാമുട്ടയും കോഴിമുട്ട ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ ബീൻസ് തോരൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഇടുന്നത്. നേരത്തെ ഞാൻ ആദ്യം കടുക് വറക്കും, അതിന് ശേഷം വറ്റൽമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അങ്ങനെയൊക്കെ കുഞ്ഞു സാധനങ്ങളൊക്കെ ആദ്യം ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ബീൻസും ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അതിന് ശേഷം പിന്നെ തേങ്ങയിടും, അങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഇത്രയും സാധനങ്ങളെല്ലാം ഒരുമിച്ചാക്കിയതിന് ശേഷം ഇതെല്ലാം ഒന്ന് വെന്ത് പകുതിയായതിന് ശേഷമാണ് കേട്ടോ ഞാൻ തേങ്ങയൊക്കെ ചിരകിയിടുന്നത്. അപ്പം ഞാനങ്ങനെ ബീൻസൊക്കെ അടുപ്പത്ത് വെച്ചു. ഇവിടെ ഇങ്ങനെ ക്യാമറ വെക്കുമ്പോഴത്തേനും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നു കേട്ടോ. നമുക്കിവിടെ എങ്ങും ക്യാമറ വെക്കാൻ പറ്റത്തില്ല. കാരണം ഇത് കണ്ടോ, ഒരു ഈച്ചയ്ക്ക് പോലും കിടക്കാൻ സ്ഥലമില്ല. ഒരുപാട് പാത്രങ്ങളും ചട്ടിയും കുപ്പി സഞ്ചി എല്ലാം ഉണ്ട് കേട്ടോ. ഒരു വിടവിലൊന്നും വെക്കാൻ പറ്റത്തില്ല. നമുക്ക് ഫോൺ മാത്രമായിട്ട് എവിടെയെങ്കിലും എടുത്ത് ചാരിപ്പറിക്കൊക്കെ വെക്കാം. അന്നേരം അങ്ങനെ നമ്മളെ ആയിട്ട് ഇങ്ങനെ ഇതേപോലെ നല്ല രീതിയിലൊന്നും കിട്ടുമെന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഉള്ളതുപോലെയൊക്കെ അങ്ങ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് സമയം പോയി കേട്ടോ. കാരണം നമുക്ക് ഇനിയിപ്പം ഇല പറിക്കാനൊക്കെ പോകണം. ഇപ്പം ഞാനെല്ലാം ധൃതി കൂട്ടുവാണ്. അപ്പോൾ ഗ്യാസേലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ പോലും ഇടയ്ക്ക് പിള്ളേരെ എഴുന്നേൽക്കുമ്പോഴത്തേനും ഇടയ്ക്ക് അങ്ങോട്ടേക്ക് പോകണം. പിന്നെ കുഞ്ഞുവാവയ്ക്ക് പാലൊക്കെ കൊടുക്കണം. അങ്ങനെ വീണ്ടും കിടത്തി ഉറക്കണം. അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഓടി നടക്കുന്നതുകൊണ്ട് നമ്മളെല്ലാ കാര്യവും സ്പീഡ് ചെയ്യുകയാണ് കേട്ടോ.
പിള്ളേർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമുക്ക് പണികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും, അത്രയും ഇതാണ് കേട്ടോ. പിന്നെ നമ്മുടെ പയറൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് നിന്ന് ആ പയറും കൂടി ഒന്ന് പെട്ടെന്നങ്ങ് ഒലത്താമെന്ന് കരുതി കേട്ടോ. പുട്ടും പയറും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നതാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറുപയർ വെള്ളത്തിൽ ഇട്ടത്. പക്ഷേ പുട്ടുണ്ടാക്കൽ നടന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ വേഗം തന്നെ പയറും അങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ ഈ ഒരു ഭിത്തിയിലൊക്കെ കാണുന്ന ഈ കറയാണെങ്കിൽ ഇങ്ങനെ ഇത് പഴയ ഭിത്തിയാണ് കേട്ടോ. കാരണം ഇവിടെ വേറൊന്നും ചെയ്തില്ല, നമ്മുടെ അടുക്കള ഇങ്ങനെ കൂട്ടിയെടുത്തപ്പം ആ ഒരു ഭിത്തി അവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഇപ്പുറത്തോട്ട് കൂട്ടിയെടുത്തതിൻ്റെ ബാലൻസ് ഇപ്പുറത്തോട്ട് പണിതതേ ഉള്ളൂ, അടുക്കളയും ഇങ്ങനെ കൂട്ടിയെടുത്തുള്ളൂ കേട്ടോ. അതൊക്കെ ഒരുപാട് നാൾ പഴക്കമുള്ളൊരു ഭിത്തിയാണ് കേട്ടോ. അതാണ് അതിൽ കറയും ഇങ്ങനെ അഴുക്കും ഇതൊക്കെ പറ്റിയിരിക്കുന്നത്. അതൊക്കെ പണി പൂർത്തിയായിട്ടില്ല കേട്ടോ അടുക്കളയിൽ. അപ്പോൾ ഈ ഒരു സ്റ്റൗ വെച്ചേക്കണ ഭാഗത്ത് ടൈലൊന്നും ഇട്ടിട്ടില്ല, ഇനി അവിടുത്തെ പണികൾ ചെയ്യണം. പിന്നെ ആ ഒരു ഇതൊക്കെ ആ ഭിത്തിയൊക്കെ നന്നായിട്ട് തേച്ചരച്ച് കഴുകി നന്നായിട്ട് വൈറ്റ് വാഷൊക്കെ ചെയ്ത് പെയിൻറ്റൊക്കെ ചെയ്യണം. ഒത്തിരി പണി അങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ അടുക്കളയിലൊക്കെ ടൈലിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു സ്റ്റൗ ഇരിക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്തൊന്നും ഇതൊന്നും ഇട്ടില്ല കേട്ടോ. ഒത്തിരി പണി പൂർത്തിയാക്കാനുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ഭിത്തിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ കാണുന്നത് കേട്ടോ. അല്ലാണ്ട് വേറെ ഇതൊന്നും അല്ല, അത് നമ്മളൊന്നും പറ്റിച്ചതോ അതൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഓർക്കും ഇങ്ങനെ ഇത്ര മോശമായിട്ടുള്ള ഒരു അടുക്കളയാണല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഭിത്തിയിൽ ചീത്ത ഇതൊക്കെ ചെളിയൊക്കെ പറ്റിയിരിക്കുകയാണെന്നൊക്കെ ഓർക്കും കേട്ടോ. അങ്ങനെ ചെളിയോ കാര്യങ്ങളൊന്നും അല്ല, അതൊക്കെ ഒത്തിരി പഴകിയ ഭിത്തി ഇതൊക്കെയാണ് കേട്ടോ. വർഷങ്ങളോളം പഴകിയ ഇതാണ് കേട്ടോ. അതിൻ്റേതായ അഴുക്കും പൊടിയും ഇതൊക്കെയാണ് ആയിരിക്കുന്നത്, എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ പിന്നെ വേഗം തന്നെ ഇതേ ആ പയറിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് കേട്ടോ. അപ്പം ഞാൻ ആ സൈഡിൽ എല്ലാ കൂട്ടം എടുത്ത് വെച്ചിട്ടുണ്ട്, ഉപ്പ് വെള്ളം അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിതെല്ലാം ഇങ്ങനെ അടുത്തടുത്ത് കിട്ടണം, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല കേട്ടോ. എല്ലാം ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് അരിഞ്ഞ് റെഡിയാക്കി എല്ലാം അടുത്തടുത്ത് വെച്ചതിന് ശേഷം മാത്രം കേട്ടോ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. ഇപ്പോൾ കുറേ ദിവസം കൂടിയാണ് കേട്ടോ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തായിരുന്നു, പക്ഷെ അത് ഇട്ടിട്ട് അത് അങ്ങ് ഇതായില്ല കേട്ടോ. കോപ്പിറൈറ്റ് ഇഷ്യൂ എന്തോ ഇത് വന്നതുകൊണ്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു എനിക്ക്. അതിന് ശേഷം ഞാൻ പിന്നെ ഇന്നാണ് കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത്. മുന്നേ ഞാൻ ആദ്യം ഇപ്പോൾ ലാസ്റ്റായിട്ടിട്ടത് കുഞ്ഞുകുട്ടൻ്റെ ചോറൂണിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ പിന്നെ തേങ്ങ ചിരകി ചേട്ടൻ തേങ്ങ ചിരകി തന്നായിരുന്നു കേട്ടോ എഴുന്നേറ്റിട്ട്. അങ്ങനെ കുറച്ച് ഞാൻ ബീൻസിന് വേണ്ടി എടുത്തു, ബാക്കി ഞാൻ ചെറുപയറിന് വേണ്ടിയിട്ട് എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ബീൻസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ചെറുപയർ ഉണ്ടാക്കണം. അതിന് ശേഷം പിന്നെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വരണം കേട്ടോ. ഞാനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ ശരിക്കും പച്ചക്കറിയൊക്കെ അരിയാൻ നേരത്ത് താഴെയായിട്ടൊരു ചാക്ക് എന്തെങ്കിലും വിരിച്ച് അല്ലെ പത്രപ്പേപ്പറൊക്കെ വിരിച്ചതിനൊക്കെ ശേഷമാണ് ഞാനവിടെ നിന്നുകൊണ്ട് ഇതെല്ലാം സാധനങ്ങളും അരിയണം കേട്ടോ. അപ്പോൾ അതിലേക്ക് അങ്ങനെ വീണ് കഴിഞ്ഞാൽ നമുക്ക് അതേപടി എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ. പക്ഷേ എങ്കിൽ ഇന്ന് സമയമൊന്നും ഇല്ലാത്തത് കൊണ്ടും ഞാൻ കുറച്ച് വൈകിയാട്ടോ എഴുന്നേറ്റ്. ഒരു 4:30 ആകുമ്പോൾ എഴുന്നേൽക്കാനാണ് ഇനി ഇരുന്നത്, പക്ഷേ 5 മണിയായിപ്പോയി. കാരണം ഒന്നാമത് ഞാൻ അങ്ങനെ രാത്രി ഉറങ്ങാറില്ല, കൊച്ച് തെരുതെരെ എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഉറങ്ങാറില്ല കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് കിടന്നപ്പം ഉറങ്ങിപ്പോയി, വെളുക്കാറായപ്പോൾ ഉറങ്ങിപ്പോയി. അപ്പം 5 മണിയൊക്കെ കഴിഞ്ഞാണ് കേട്ടോ എഴുന്നേറ്റത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ചാക്കും പേപ്പറും ഒന്നും വിരിച്ച് പച്ചക്കറി അരിയാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ആ ടൈലിലോട്ട് തന്നെ അടുക്കളയിലോട്ട് തന്നെ വെറുതെ അങ്ങ് അരിഞ്ഞിട്ട് ബീൻസും ഉള്ളിയുടെ തൊലിയും ബീൻസിൻ്റെ ആ ഒരു ഇതുമൊക്കെ അങ്ങോട്ടങ്ങ് അരിഞ്ഞിട്ട് കേട്ടോ. അടുക്കളയൊക്കെ ആകെ നാശമായിട്ടാണ് കിടക്കുന്നത്. അപ്പം ഞാനത് കാണിക്കാം കേട്ടോ. ഇനി അവിടെ എല്ലാം അടിച്ച് പെറുക്കി വാരണം. അതിനൊക്കെ ശേഷം വേണം ഇനി പുറത്തോട്ട് പോകാനായിട്ട്. ഇതുവരെ വെട്ടം വീണിട്ടൊന്നുമില്ല കേട്ടോ. 6 മണിയൊന്നും ആയിട്ടില്ല ഈ ഒരു സമയത്ത്. പിന്നെ ഞാൻ അങ്ങനെ പയറൊക്കെ വേവിച്ചതൊക്കെ ഇട്ട് തേങ്ങാപ്പീരയൊക്കെ നേരത്തെ ഇട്ട് മൂപ്പിച്ചായിരുന്നു കേട്ടോ കൂടെ. അങ്ങനെ പയറൊക്കെ എല്ലാം സെറ്റായി. നമ്മുടെ ബീൻസും ഇവിടെ സെറ്റായിട്ടിരിപ്പുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ഇവിടുത്തെ അമ്മ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കേട്ടോ, നമ്മളിങ്ങനെ ബീൻസ് ആണെങ്കിലും ഏതൊരു സാധനമാണെങ്കിലും നമ്മളിങ്ങനെ അടച്ച് വെച്ച് കുറേ നേരം വേവിച്ച് അത് വെന്തതിന് ശേഷം അതിൻ്റെ ഈ അടപ്പിലോട്ടൊക്കെ ഇങ്ങനെ ആവി വെള്ളം കയറുമല്ലോ. അപ്പോൾ ആ വെള്ളം ഊറി ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ചുവ വ്യത്യാസം പോലെയൊക്കെ കാണും. അപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നേരം ഇത് നന്നായിട്ട് വെന്തതിനൊക്കെ ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തീ കുറച്ചതിന് ശേഷം ഈ അടപ്പൊക്കെ മാറ്റിയിട്ടൊന്ന് തുറന്ന് വെച്ച് അതൊന്ന് ഇളക്കി ഇങ്ങനെ ചിക്കി നിരത്തി ഇടണം എന്നിങ്ങനെ അമ്മ പറഞ്ഞെന്ന കാര്യമാണ് കേട്ടോ. കാരണം ആ ഇറങ്ങിയ ആവി വെള്ളവും കൂടെ നന്നായിട്ടങ്ങ് വലിയാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ അമ്മ പറഞ്ഞു തന്നൊരു ടിപ്പാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന സമയം പോലെ ഞാനിങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് നേരം ചെയ്യും കേട്ടോ. തീയൊക്കെ ഇത് ഞാൻ കുറച്ചിട്ടുണ്ട്. തീയൊക്കെ ഒന്ന് കുറച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം ആവി വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ പയറും അങ്ങനെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇന്ന് വേറെ അങ്ങനെ വലിയ കറികളൊന്നുമില്ല, മീനോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഈ ഒരു ബീൻസ് തോരനും ഉണ്ട്,
പയറും ഉണ്ട്, പിന്നെയാണെങ്കിൽ മോര് കാച്ചിയതുകൊണ്ട്, പിന്നെ പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ട പൊരിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും വീഡിയോയിൽ എടുക്കുന്നില്ല, അതും ഒന്ന് റെഡിയാക്കുന്നുണ്ട്. പൊതിച്ചോറല്ലേ അപ്പോൾ അത് വേണമല്ലോ. പിന്നെ മീനൊന്നും സെറ്റാവാത്തതുകൊണ്ട് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇതേ അടുക്കള കിടക്കണമുണ്ടോ, നാശകോടാലിയായിട്ട് കിടപ്പുണ്ട്. ബീൻസിൻ്റെ തൊലിയും സവോള, ഉള്ളി, അങ്ങനെ എല്ലാത്തിൻ്റെയും തോലൊക്കെ ആയിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം ഞാൻ ഒന്ന് അടിച്ച് വാരുവാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ടൈലൊക്കെ അഴുക്കാകും. കാരണം നമ്മൾ തെരുതെരെ കയറി ഇറങ്ങുമ്പോഴത്തേക്കും ആ അരിഞ്ഞ പച്ചക്കറിയുടെയൊക്കെ നനവും വെള്ളമൊക്കെ ആയിട്ട് അത് മുഴുവൻ ചെളിയാകും കേട്ടോ. അങ്ങനെ ഞാൻ അടിച്ച് വാരിക്കൊണ്ടിരുന്നപ്പോൾ അമ്പാടി എഴുന്നേറ്റ് കരച്ചിൽ തുടങ്ങി. റൂമിൽ വന്നിട്ട് എന്നെ വിളിച്ച് കരയുവാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ടേക്ക് പോന്നല്ലോ. അപ്പോൾ പിന്നെ എന്നെ ആദ്യം കണ്ടില്ലെങ്കിൽ പിന്നെ സങ്കടം കേട്ടോ. അപ്പോൾ ആൾ ഓടി കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ എടുത്തതിന് ശേഷം കേട്ടോ ബാക്കി അടിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അവന് സങ്കടമാവും. അങ്ങനെ കുറേ നേരം നിന്ന് ഇങ്ങനെ എടുക്കുന്നു പറഞ്ഞ് കിടന്ന് കരഞ്ഞിട്ട് പിന്നെ ആളവിടെ കിടന്ന് കരയും കേട്ടോ. അതുകൊണ്ടിട്ട് പിന്നെ ഞാൻ അവനെ എടുത്തുകൊണ്ട് നിന്ന് ബാക്കി അടിച്ച് വാരുവാണ് കേട്ടോ. ഈ ഒരു അടുക്കള മാത്രം ഇപ്പം അടിച്ച് വാരിയാൽ മതിയല്ലോ. ബാക്കി അങ്ങോട്ട് നേരം വെളുത്ത് കനിയന് കൊടുത്തതിന് ശേഷം പിന്നെ പോയതിന് ശേഷം നമ്മുടെ ഒക്കെ തുടങ്ങാമല്ലോ. ഇനിയിപ്പോൾ റൂമൊക്കെ തുടയ്ക്കലും കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ പുറകെ നടത്താമല്ലോ. ഇപ്പം അത്രയും ചവർ അടുക്കളയിൽ മാത്രം ഞാനിപ്പോൾ അങ്ങ് അടിച്ചിടുവാണ്. ഇങ്ങനെ ഈ പുക അപ്പുറത്ത് പുറത്തതിൻ്റെ പുകയൊക്കെ കൂടി മുഷിഞ്ഞിരിക്കുന്ന അങ്ങനെ പിന്നെ അടിച്ച് വാരി സൈഡുണ്ട്. അപ്പം പിന്നെ അടുപ്പത്തിരിക്കുന്ന കുടിവെള്ളമാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണ കണ്ടില്ല കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ ഞാൻ കണ്ടത്. അപ്പോൾ ഞാനെങ്കിൽ ആ വീഡിയോ എടുക്കുവാണെന്നൊക്കെ അങ്ങനെ നിന്ന് ചോദിക്കുവാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വാഴയില വെട്ടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അവിടെ അടിച്ചു കൂട്ടിയതൊക്കെ അമ്മ വാരിക്കൊണ്ട് അപ്പുറത്ത് കളയാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ വാഴയിലൊക്കെ എടുക്കുന്നത്. നമ്മുടെ തൊട്ട് അടുത്ത പറമ്പാണ് കേട്ടോ. നമ്മൾ തുണിയൊക്കെ വിരിക്കുന്ന ആ ഒരു മിറ്റാണ്. അപ്പോൾ ഞാൻ കുറേ തുണി അവിടെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊരെണ്ണം ആ വെള്ളം കൊണ്ടൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ ഞാൻ പോയിട്ട് ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇവിടെ ആണെങ്കിൽ നല്ല ഇലയെല്ലാം പൊക്കത്താണ് കേട്ടോ. പിന്നെ അത്യാവശ്യത്തിന് അങ്ങനെ ഓരോ ഓഞ്ഞ ഇലയൊക്കെ ഇങ്ങനെ കിട്ടുന്നത്. ഞാൻ പിന്നെ ഒരുവിധം സാരമില്ല, ചെറിയ 10 മണിക്കത്തേക്കല്ലേ, കുറച്ച് ഫുഡ് മതി. അപ്പോൾ ഒരു കുഞ്ഞില കിട്ടിയാലും മതിയല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അത് കിട്ടിയതങ്ങ് എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. ബാക്കി എല്ലാം മേളിലാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസമൊക്കെ ഇല എടുക്കണമെങ്കിൽ തോട്ടി വെച്ച് അതൊക്കെ വലിച്ച് താഴേക്ക് ഇട്ട് ഇങ്ങനെ ആരെ കൊണ്ടൊക്കെ പിടിപ്പിച്ചിട്ടൊക്കെ വേണം നമുക്കത് വെട്ടിയെടുക്കാനൊക്കെ കേട്ടോ. അങ്ങനെ ഞാൻ ഇലയൊക്കെ വന്ന് വാട്ടുവാണ് കേട്ടോ. ചിലപ്പോൾ അടുപ്പേൽ വെച്ച് അമ്മ വാട്ടിത്തരും. കൂടുതലും ഞാൻ ഇതിൽ ഗ്യാസിൽ വെച്ചൊക്കെയാണ് കേട്ടോ ഇലയൊക്കെ വാട്ടുന്നത്. അപ്പുറത്ത് ക്യാമറ വെച്ചെടുക്കണതിൻ്റെ ക്ലാരിറ്റി കണ്ടോ, ഒട്ടും ക്ലിയർ അല്ല കേട്ടോ. ഇങ്ങനെ ഒരു ഇരുളിമ പോലെയൊക്കെയാണ്. അങ്ങനെ പിന്നെ ഞാൻ ആ പയർ അപ്പുറത്തെ സൈഡിലായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എവിടെയെങ്കിലും ഒരു സാധനം പോലും വെക്കാൻ പോലും നമുക്ക് ഗ്യാപ്പില്ല കേട്ടോ. കുഞ്ഞടുക്കളയാണ്. ആ ഒരു തട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ഇതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ലോഡ് പാത്രങ്ങളും ഒരു സ്പൂൺ വെക്കാൻ പോലുള്ള ഗ്യാപ്പില്ല കേട്ടോ. ഓരോന്നിൻ്റെയൊക്കെ പുറത്ത് കയറ്റിയാണ് കേട്ടോ ഞാൻ ഓരോ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ആ ഇലയൊക്കെ ഒന്ന് വാട്ടി സെറ്റ് ചെയ്യണം. ഇനി പത്രപേപ്പറൊക്കെ എടുക്കണം. പത്രപേപ്പറൊന്നും ഇല്ല കേട്ടോ. പേപ്പറും ഇതൊക്കെ വെച്ച് റെഡിയാക്കി വേണം ഇനിയിപ്പോൾ കൊടുക്കാനായിട്ട്. ഞാൻ ഇവിടെ വെച്ചല്ല കേട്ടോ ചോറ് പൊതി കെട്ടുന്നത്. പുറത്തിറങ്ങിയിട്ട് ആ മേശ, അവിടെ ഒരു മേശ ഇട്ടിട്ടുണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ പുറത്ത് അടുക്കളയിൽ, അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ പൊതിച്ചോറ് കെട്ടുന്നത്. കാരണം ഇവിടെ ആണെങ്കിൽ ഒന്നും സ്ഥലമില്ല. ഇവിടെ ഒരു ചെറിയ മേശ കിടപ്പുണ്ട്. പക്ഷേ അവിടെ ഞാൻ ചെറിയ ചെറിയ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് പെറുക്കി വെച്ചേക്കുന്നതുകൊണ്ട് ഇവിടെ സ്ഥലമില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ തറയിൽ ഇരുന്നുകൊണ്ട് ചെയ്യണം. അവിടെ ആണെങ്കിൽ ആകെ മോശമായിട്ടൊക്കെ കിടക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യണം ശരിയല്ലോ. ഫുഡൊക്കെ തറയിൽ വെച്ച് വിളമ്പാൻ പറ്റത്തില്ല. അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ പുറത്തോട്ട് പോയിട്ട് അവിടെ നിന്ന് വിളമ്പാമെന്ന് കരുതി. അങ്ങനെ നമ്മുടെ ഇലയൊക്കെ അങ്ങ് സുന്ദരമായിട്ട് വാട്ടിയെടുത്ത് കേട്ടോ. എനിക്കിങ്ങനെ നല്ലതുപോലെ ഒരുപാട് നേരം ഇല വാട്ടും കേട്ടോ. കാരണം അത് പൊട്ടിപ്പോകരുത് നമ്മൾ ചോറ് പൊതിയുമ്പം. അങ്ങനെ ഞാൻ എല്ലാം എടുത്തുകൊണ്ട് പുറത്തോട്ട് വന്നു കേട്ടോ. ആ ഒരു പാത്രത്തിൽ പോയി ചോറെടുത്തു. പിന്നെ ഒരു പാത്രത്തിൽ പയറും ബീൻസും മോരും കൂടിയിട്ട് ആ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് ചീനച്ചട്ടിക്കകത്ത് ഞാൻ മുട്ടയൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് പോയിട്ട് മുട്ടയൊക്കെ പൊരിച്ച് കേട്ടോ. പക്ഷേ ഞാൻ ഈ ഇലയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് സൈഡ് ഇങ്ങനെ മുറിഞ്ഞു പോയായിരുന്നു കേട്ടോ. പക്ഷേ അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് കേട്ടോ. അങ്ങനെ പിന്നെ പൊതിച്ചോറൊക്കെ ഒന്ന് റെഡിയാക്കുവാണ്. അനിയനാണെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടം കറിയോടാണ് കേട്ടോ ആൾക്ക് താല്പര്യം. കാരണം അങ്ങനെ ഒരു 2, 3, 4 കൂട്ടം കറിയോടൊന്നും താല്പര്യമില്ല. അതുപോലെ ഇങ്ങനെ ചോറിനകത്ത് ഇങ്ങനെ ഒരുപാട് കറിയൊന്നും വെക്കണത് ആൾക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പം ഞാൻ അനുവാദമൊക്കെ ചോദിച്ചതിന് ശേഷമാണ്. പൊതിച്ചോറെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഒരുപാട് കൂട്ടം കറികളുള്ളതാണല്ലോ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെ മോരൊഴിച്ചോട്ടെ, കറി ഇങ്ങനെ വെച്ചോട്ടെ എന്നൊക്കെ ഞാൻ ചോദിച്ചതിനൊക്കെ ശേഷമാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ പണി സൈറ്റിൽ ചെന്നതിന് ശേഷമാണ് ഇത്
കാണണമെങ്കിൽ പിന്നെ വിളിച്ച് അതും ഇതൊക്കെ പറയും, വഴക്കൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് കേട്ടോ. കാരണം ആൾക്ക് ഇഷ്ടമില്ല അങ്ങനെ. എല്ലാവർക്കും ചില ആളുകൾക്ക് ഇങ്ങനെ ചോറിൽ ഒരുപാട് കറികളൊക്കെ കുഴച്ച് കഴിക്കുന്നത് ഇഷ്ടമാണ്, ചിലർക്ക് വേറെ പാത്രത്തിൽ കറി എടുക്കണ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ പല മൈൻഡുള്ളവരുണ്ടല്ലോ. അപ്പോൾ അനിയന് അതിനോടാണ് കേട്ടോ താല്പര്യം. വേറെ പാത്രത്തിലൊക്കെ സെപ്പറേറ്റ് കറികളൊക്കെ വേറെ പാത്രത്തിലാക്കി കൊടുക്കണതിനാണ് താല്പര്യം കേട്ടോ. പക്ഷേ ഇത് പൊതിച്ചോറായതുകൊണ്ടും പിന്നെ വാഴയിലൊക്കെ വാട്ടി ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റേതായ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ച് പൊതിച്ചോറ് കെട്ടിക്കോട്ടെ, 2-3 കൂട്ടം കറിയുണ്ട്, പിന്നെ മോരൊഴിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം അതൊക്കെ ഓക്കെ പറഞ്ഞതുകൊണ്ട് ഞാനതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ആ ഒരു വാഴയിലയുടെ സൈഡ് പൊട്ടിപ്പോയത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ അതൊന്ന് പതിച്ച് വെക്കുന്നത്. അല്ലെങ്കിൽ അത് കീറി ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ പിന്നെ പാടാണ്. കാരണം ഒന്നാമത് ഇല കിട്ടാനില്ല. ഇലയുണ്ട്, വാഴയുണ്ട്, പക്ഷേ എല്ലാം ഇങ്ങനെ ഒരുപാട് മേളിലാണ് കേട്ടോ. ആകാശം മുട്ട ഇലയൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കൈയൊന്നും എത്തത്തില്ല. ചിലപ്പോൾ തോട്ടി തരാത്ത അത്രയും ദൂരത്ത് പൊക്കത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇത് അങ്ങ് കീറാണ്ട് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് അതൊക്കെ ഒന്ന് പൊതി കെട്ടി റെഡിയാക്കി കേട്ടോ. അപ്പോൾ അമ്മ അപ്പുറത്ത് ചോറ് എടുക്കുന്നുണ്ട്. ഉച്ചക്കത്തേക്കുള്ള ചോറ് പാത്രത്തിനകത്ത് അമ്മ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് നിന്നുകൊണ്ട് പൊതി കെട്ടുവാണ് കേട്ടോ. ഞാൻ ശരിക്കും ഇങ്ങനെയല്ല കേട്ടോ പൊതി കെട്ടുന്നത്, വേറെ രീതിക്കാണ്. ഇങ്ങനെ കോൺ രീതിക്ക് സൈഡ് ചെരിച്ചാണ് കേട്ടോ ഞാൻ കെട്ടാറ്. പക്ഷേ എങ്കിൽ ഒരു പത്രപേപ്പർ ഉണ്ടായിരുന്നുള്ളൂ, അതാണെങ്കിൽ കീറിയും പോയി. അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കെട്ടുന്നത് കേട്ടോ. തൽക്കാലത്തേക്ക് പെട്ടെന്ന് അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാമല്ലോ എന്നോർത്ത് ഇലയും കീറി അതുകൊണ്ടിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ പൊതിച്ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ എടുത്ത് ബാഗിൽ വെക്കണം. പണിക്ക് കൊണ്ടുള്ള മുണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് ബാഗിലൊക്കെ ആക്കണം കേട്ടോ. പിന്നെ ഇങ്ങനെ പൊതി കെട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഞാനെങ്കിൽ റബ്ബർ ബാൻഡൊക്കെ നോക്കി നടക്കും, ഒന്നും കിട്ടത്തില്ല കേട്ടോ. പിന്നെ ദേ ഇവിടെ അമ്മ കുഞ്ഞുവാവ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം അമ്മയുടെ ഇരിപ്പണ്ട് എടുത്തുകൊണ്ട് പിന്നെ ദേ ഇവിടെ ആകാംക്ഷയോടെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ടി വിയിൽ സിനിമയാണ് കേട്ടോ. അത് ഏത് സിനിമയാണെന്ന് ഞാൻ ഓർക്കണില്ല. പിന്നെ അങ്ങനെ ദേ ഞാൻ വേഗം വന്നിട്ട് കുറേ പാത്രങ്ങളുണ്ട്, ഒരു ലോഡ് പാത്രമുണ്ട്. രാവിലെ തന്നെ വൈകിട്ടത്തതും വെളുപ്പിനെടുത്തതും എല്ലാം കൂടി ആയിട്ട് കുറേ പാത്രമുണ്ട് കേട്ടോ. ഇവിടെ പാത്രത്തിന് യാതൊരു ദാരിദ്ര്യവും ഇല്ല. അതാണെങ്കിൽ ഇങ്ങനെ ലോഡ് കണക്കിന് ആ ഒരു ഇതിൻ്റെ പുറത്തിങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ പാടാട്ടോ. അകത്തും വേറെ 2 ലോഡ് ഇരിപ്പുണ്ട്. അത് ചേട്ടനിങ്ങനെ കുറേശ്ശെ എനിക്ക് കൊണ്ടു തരുവാണ് കേട്ടോ. അതാണിപ്പോൾ കണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ നിന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ 1:30 ആയപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ ചായ കുടിച്ച കഥ പറയുന്നുണ്ട്. ചേട്ടനപ്പുറം നിൽപ്പുണ്ട്. അപ്പോൾ ചേട്ടനോട് ആ കാര്യം പറയുമായിരുന്നു കേട്ടോ അവിടെ നിന്നുകൊണ്ട്. അങ്ങനെ ദേ നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകിക്കഴിഞ്ഞു. അങ്ങനെ ദേ അനിയൻ ഫുഡൊക്കെ കഴിച്ചിട്ട് കൊണ്ടുവന്ന് പാത്രമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 2-3 ട്രിപ്പായിട്ടാണ് കേട്ടോ പാത്രം കഴുകണത്. കാരണം അതിന് മാത്രം പാത്രം ഉണ്ടായിരുന്നു. പിന്നെ താഴെ നമ്മുടെ ചോറ് വെച്ച കലവും കഴിഞ്ഞ ദിവസം ചിക്കൻ ഉണ്ടാക്കിയ ഉരുളിയും അങ്ങനെ കുറേ പാത്രങ്ങൾ താഴെ ഇരിപ്പുണ്ട്. അതൊന്നും മേളിൽ വെക്കാൻ സ്ഥലമില്ല കേട്ടോ. മേളിൽ ചെറിയ പാത്രമൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. അതിന് ശേഷം ഞാൻ പിന്നെ ദേ കുറച്ച് പാത്രങ്ങളൊക്കെ കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ എനിക്ക് അകത്തേട്ട് കുറച്ച് വെള്ളം എടുക്കണം കേട്ടോ. കാരണം കൊച്ചിന് അമ്പാടിക്കുള്ള പാലും പിന്നെ കൊച്ചിനുള്ള കുറുക്കൊക്കെ പെട്ടെന്ന് ഒന്ന് തണുപ്പിക്കണമെങ്കിൽ ഞാനിങ്ങനെ ഒരു പാത്രം നിറച്ച് വെള്ളം അകത്ത് കൊണ്ട് വെച്ചേക്കും കേട്ടോ. കാരണം തെരുതെരിങ്ങനെ പുറത്തോട്ട് വരവ് പാടാ. ചിലപ്പോൾ പിള്ളേർ 2 പേരെയും കൂടെ നമ്മൾ കട്ടിലേ ഇരുത്തിയിട്ട് ഓടി വന്ന് ഇവിടെ അപ്പുറത്ത് വന്ന് ടാങ്കിൻ്റെ ഓട്ട് വന്ന് പിന്നെ കുറുക്കും പാലൊക്കെ തണുപ്പിച്ച് കൊണ്ടുപോകൽ പാടാ കേട്ടോ. 2 പേരെ അടുത്തിരുത്തിയാൽ ശരിയായി എന്ന് ഓർത്തിട്ട് അങ്ങനെ പിന്നെ ഞാൻ ദേ വേഗം വന്നിട്ട് പല്ലൊക്കെ തേക്കുവാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ലൊക്കേഷൻ ഒന്ന് മാറ്റി കേട്ടോ. കാരണം ഞാൻ നേരെ ഇങ്ങനെ വെളുത്ത് പതിയെ വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങോട്ടേക്ക് തിരിച്ച് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുളിമ പോലെയാണ് കേട്ടോ. അതുകൊണ്ടിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് ഈ ഒരു വഴിയുടെ സൈഡിലേക്ക് മാറ്റി കേട്ടോ. ഇവിടെ ഞാൻ അങ്ങനെ നിന്ന് പല്ലൊന്നും തേക്കാറില്ല. ഇങ്ങോട്ടേക്കൊന്ന് ലൊക്കേഷൻ മാറ്റി പിടിച്ചു. അതിന് ശേഷം ഞാൻ പിന്നെ ദേ അവിടെ നിന്ന് പല്ലൊക്കെ തേച്ച്. അപ്പോൾ അപ്പുറത്ത് അനിയൻ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവനോടാണ് വർത്താനമൊക്കെ പറയുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സമയം പോയിട്ടോ 7:30 ആയി എന്ന് തോന്നുന്നു. അപ്പം സമയമൊന്നും ഞാൻ നോക്കിയില്ല. കാരണം നമ്മൾ തിടുക്കമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമയം നോക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. പിന്നെ പല്ല് തേയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ദേ ബെഡൊക്കെ ഒന്ന് വലിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു സീപ്പില്ലോ അതൊക്കെ ഒന്ന് കുടഞ്ഞ് പെറുക്കിയിടണം. പിന്നെ ദേ അമ്പാടിയും വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പിന്നെ വഴക്കിനും പെറുക്കിനൊക്കെ നിൽക്കുവാണ്. നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഓടി വന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടണം. അങ്ങനെ ദേ അനിയൻ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അനിയൻ പോയി. പിന്നെ ദേ ചേട്ടൻ ഇവിടെ കുഞ്ഞുവാവേനെ ആയിട്ടൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഇനിയും എനിക്കുണ്ട് ഒരു ലോഡ് പണിയുണ്ട് കേട്ടോ. ഇനി എനിക്ക് ഫുഡ് കഴിക്കണം. കാരണം ഇന്നലെ അത്താഴം ഞാൻ ഒന്നും കഴിക്കാണ്ട് കിടന്നുകൊണ്ട് നല്ല വിശപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നേരത്തെ പോയി ഞാൻ പല്ലൊക്കെ അങ്ങ് തേച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ദേ ഉണക്കായില വറുത്തതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് ചെറുപയർ ബീൻസ് പിന്നെ മോരുകറിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ നല്ല രീതിക്ക് അങ്ങ് ഫുഡ് കഴിക്കുവാണ് കേട്ടോ. വൈകിട്ട് കഴിക്കാഞ്ഞത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ രാത്രി 1:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് പാലൊക്കെ കാച്ചി ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഒന്നും ആയില്ല, ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല.
അങ്ങനെ ദേ ചോറൊക്കെ ഉണ്ടു. ഞാൻ അമ്പാടിക്ക് ഒരു പാക്കറ്റ് ലേസ് കൊടുത്തു കേട്ടോ. അമ്പാടി ഇതെല്ലാം അവിടെ കട്ടിൽ മൊത്തം പൊട്ടിച്ചൊക്കെ ഇട്ടു. അതിൻ്റെ ഇടയ്ക്ക് വാവ ഉരുണ്ട് വന്നു. പിന്നെ അവനാണെങ്കിൽ എൻ്റെ പാത്രത്തിൽ കയറിയിട്ട് കറിയൊക്കെ വാരി. അതുകൊണ്ട് പിന്നെ എന്ത് ചേട്ടനെ കൊണ്ട് കൈയൊക്കെ ഒന്ന് തുടപ്പിച്ച് ഒന്ന് സെറ്റായി അവിടെ കിടത്തി. പിന്നെ ഞാൻ വേഗം ചോറൊക്കെ കഴിക്കുവാണ് കേട്ടോ. സ്പീഡ് കൂട്ടിയിട്ടേക്കാണ് കേട്ടോ, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് നീണ്ടുപോയി. ഇപ്പം തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത്താണ് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ പിന്നെ കുപ്പിയിലൊക്കെ ഇങ്ങനെ വെള്ളം നിറച്ച് വെച്ചേക്കും കേട്ടോ. കുറേ കുപ്പിയുണ്ട്, ഒരു 5-8 കുപ്പിയുണ്ട്, അതിലൊക്കെ വെള്ളം നിറച്ച് വെച്ചേക്കും കേട്ടോ. പിന്നെ അമ്പാടിക്ക് ഞാൻ പാൽച്ചായ കൊടുത്തപ്പോൾ അവന് വേണ്ടെന്ന് പറഞ്ഞു. അതിന് ശേഷം ഞാനത് മാറ്റി വെച്ച് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ചൂടിൻ്റെ ഇതുകൊണ്ട് ഒത്തിരി വെള്ളം കുടിക്കണം. ഫുഡിനേക്കാൾ കൂടുതൽ ഞാൻ കൂടുതൽ വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. ഇങ്ങനെ കുപ്പിക്കണക്കിന് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് അമ്പാടിക്ക് ഞാൻ അവിടെ ലേസൊക്കെ പാത്രത്തിൽ ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം ആ കട്ടിൽ മുഴുവൻ വെതറിട്ട് ഞാൻ ഒരുവിധം അവിടെയൊക്കെ കൊട്ടിക്കുടഞ്ഞു കേട്ടോ. ഉറുമ്പ് പെട്ടെന്ന് കയറും. പിള്ളേരെയൊക്കെ കിടത്തുന്നതുകൊണ്ട് പേടിയാണ് എനിക്ക്. ഞാനാണെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും എവിടെയെങ്കിലും കുഞ്ഞ് ഉറുമ്പുണ്ടോയെന്ന് കേട്ടോ. അതിന് ശേഷം പിള്ളേർ 2 പേരും കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതുങ്ങൾ ഉറങ്ങി. ഞാനും അങ്ങ് കിടന്ന് ഉറങ്ങി. പിന്നെ ആണെങ്കിൽ ബോധമില്ലാണ്ട് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഉച്ചയായി കേട്ടോ. പിന്നെ ആണെങ്കിൽ ഉച്ചയ്ക്ക് കണ്ട രംഗമാണിത്. ഒരു ലോഡ് പാത്രങ്ങൾ. അതിന് ശേഷം പിന്നെ അതും വന്നിട്ട് കഴുകുവാണ് കേട്ടോ. ഇതിപ്പോൾ ഉച്ചയൊക്കെ ആയി കേട്ടോ. കാരണം കുറേ പാത്രമുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം ഞാൻ പിള്ളേർ രാവിലെ കുളിപ്പീരും കഴിഞ്ഞിട്ട് അതുങ്ങളെ അങ്ങ് ഉറക്കി കഴിഞ്ഞപ്പോൾ ഞാനും ഇപ്പോൾ വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് കൊണ്ട് ഞാനും ആ ഒരു ക്ഷീണത്തിൽ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ അതുങ്ങളെ അതുങ്ങളെ കരച്ചിൽ കേട്ടപ്പോഴാണ് കേട്ടോ ഞാനും എഴുന്നേറ്റത്. അങ്ങനെ എഴുന്നേറ്റൊക്കെ കുറച്ച് നേരം അവിടെ ഇരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാരാ പാടി നടന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം വന്നിട്ടാണ് ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകുന്നത് കേട്ടോ. ഒരു ലോഡ് പാത്രം ഉണ്ടായിരുന്നു. ഒരു ലോഡെന്ന് വെച്ചാൽ എൻ്റെ പൊന്ന് ഒരു ലോറി കയറ്റാവുന്ന പാത്രമുണ്ട്. അതിന് മാത്രം പാത്രമുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം ഞാൻ പെട്ടെന്ന് കഴുകുവാണ്. മേളിലാണെങ്കിൽ ഒരു പൂച്ച ഇരിപ്പുണ്ട് കേട്ടോ. അതിങ്ങനെ ചാടാനായിട്ട് തുടങ്ങുവാണ്. അവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ചാടി താഴെ ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു പാത്രത്തട്ടിൽ ചാടി ഇറങ്ങിയിട്ടാണ് കേട്ടോ അത് അപ്പുറത്തേട്ട് പോകുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ഇതിനെ വഴക്ക് പറഞ്ഞിരുത്തിയേക്കുക. കാരണം ഇതിൻ്റെ പുറത്തോട്ട് അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ പാത്രത്തിലൊക്കെ രോമമാകും. പിന്നെ ആണെങ്കിൽ വെള്ളത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം മൊത്തം കളയേണ്ടി വരും. അതുകൊണ്ട് ഞാനാണെങ്കിൽ പെട്ടെന്ന് പാത്രം കഴുകിയെടുക്കുക. അവിടെ ഇരുന്നോണം എന്നൊക്കെ പറഞ്ഞ് അതിനെ വഴക്കുണ്ടാക്കിയൊക്കെ ഞാൻ ഒരുവിധം പാത്രങ്ങളൊക്കെ വേഗം കഴുകുവാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ട്രിപ്പ് അനുസരിച്ചാണ് കേട്ടോ കഴുകുന്നത്. കാരണം കുറച്ച് പാത്രങ്ങൾ കഴുകി അങ്ങോട്ടേക്ക് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഇവിടെ ഒന്നും അത് സ്ഥലവും ഇല്ല എല്ലാം ഇട്ട് കഴുകാനായിട്ട്. ഒരു കുഞ്ഞ് പാത്രത്തട്ടല്ലേ. അങ്ങനെ പിന്നെ ഞാനവിടെ വീണ്ടും പൂച്ചേനൊക്കെ വഴക്കുണ്ടാക്കി. പക്ഷേ അത് ഞാനവിടെ പാത്രമൊക്കെ മാറ്റിയ സമയം കൊണ്ട് അത് ചാടി ഇറങ്ങി അങ്ങ് പോയി കേട്ടോ. അതിന് ശേഷം ഞാൻ ബാക്കി പാത്രങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ഒരുവിധം എല്ലാ പാത്രവും കഴുകി കഴിഞ്ഞു കേട്ടോ. ഇനി ആ ഒരു ചട്ടിയും പിന്നെ രാവിലെ പയർ വേവിച്ചൊരു ചെരുവും ഉണ്ട്. അതിൽ ഞാൻ വെള്ളം ഒഴിച്ച് കുതിർത്തിട്ടേക്കുവാണ് കേട്ടോ. കാരണം ഇനിയിപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഉണങ്ങി പിടിച്ചൊക്കെ ഇരിപ്പുണ്ട് പയറൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് പോകണ്ടേ അതിന് വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ പാത്രം കഴുകെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു പരുവായി കേട്ടോ. കാരണം അതിന് മാത്രം പാത്രം ഉണ്ടായിരുന്നു. കുറച്ച് ചേട്ടൻ്റെ കൊടുത്ത് വിട്ട് അതുകൊണ്ട് അകത്തൊക്കെ അടുക്കി വെച്ചു. അതിന് ശേഷം പിന്നെ വൈകുന്നേരമായി കേട്ടോ. വൈകുന്നേരമായപ്പോൾ ഞാൻ പിന്നെ പോയി കുളിക്കുവാണ്. ഒരു 4 മണി 4:30 ആയെന്ന് തോന്നുന്നു കേട്ടോ. അത്രയും നേരം പാത്രം കഴുകെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഞാൻ കുറേ നേരം അങ്ങനെ ഇരുന്നു. പിന്നെ ചായയൊക്കെ തിളപ്പിച്ചു. ചായയൊക്കെ കുടിയെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വന്നിട്ട് കുളിക്കുന്നത് കേട്ടോ. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ പാസ്സായി. പിന്നെ ഡ്രസ്സൊക്കെ കുറേ ആ അഴയിൽ സൈഡിലായിട്ട് അലക്കാൻ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം ആ കഴിഞ്ഞ ദിവസമൊന്നും അലക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് ക്ഷീണവും ബുദ്ധിമുട്ടുകളും പിന്നെ പിള്ളേരെ വഴക്കും എല്ലാം കണ്ട് തുണിയൊന്നും അലക്കാനും കഴുകാനൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു. പിന്നെ അമ്മ വൈകുന്നേരം അടിക്കുവാണ് കേട്ടോ. അപ്പോൾ അമ്പാടി ഇതൊരു വള്ളിയും വലിച്ചുകൊണ്ട് നടപ്പുണ്ട്. അങ്ങനെ ഞാൻ ആ വീഡിയോ എല്ലാം കുറച്ച് നേരം അങ്ങനെ എടുത്തു. അമ്മയാണെങ്കിൽ വെള്ളമൊക്കെ തെളിച്ചിട്ടാണ് കേട്ടോ അടിക്കുന്നത്. പൊടിയല്ലേ ഭയങ്കര. അതുകൊണ്ട് അങ്ങനെ ഞാൻ റൂമിൽ വന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ദാഹമാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചില്ലെങ്കിലും ഇങ്ങനെ കുറേ വെള്ളം കുടിക്കണം. പിന്നെ ആ ഒരു സൈഡിലായിട്ട് വേറെ ഒരു ബോട്ടിൽ നിറച്ച് വെള്ളം ഇരിപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ എഴുത്തൊക്കെ ഉള്ള ബോട്ടിൽ നിറച്ചും വെള്ളം ഇരിപ്പുണ്ട്. കാരണം വെള്ളം ധാരാളം വേണം. പിന്നെ ഞാൻ ഫാനൊക്കെ ഇട്ട് കേട്ടോ. കാരണം ഭയങ്കര ചൂട്. കുളിച്ചിട്ട് വന്നിട്ടാണെങ്കിൽ പോലും ഭയങ്കര ചൂടാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ റൂമിലോട്ട് വന്നു. ഇവിടെയാണെങ്കിൽ ഈ ഒരു കുഞ്ഞലമാരയുടെ പുറത്ത് ഞാനിങ്ങനെ ഈ മുഖത്തേക്ക് ക്രീം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മറ്റേ കുങ്കുമപ്പൂവിൻ്റെ ഒരു ക്രീമാണ് കേട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ വീട്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവരത്തില്ല ഇങ്ങനെ കുറേ പിള്ളേരൊക്കെ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നപ്പോഴത്തേക്കും മേടിച്ചതാണ് കേട്ടോ. പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ. എൻ്റെ മുഖത്തെ കുരുക്കൾ വന്ന ആ ഒരു കുഴിയും കറുപ്പും ഇതൊക്കെ അങ്ങ് പോയായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയത്, ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പല്ല് തേക്കും. പക്ഷേ വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെങ്കിലും കുളിക്കുന്നതിന് മുന്നേ ആണ് കേട്ടോ പല്ല് തേക്കുന്നത്. വൈകുന്നേരം ഞാൻ ധൃതി വെച്ച് പാത്രം കഴിക്കേണ്ട ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്നുകൊണ്ട് പെട്ടെന്ന് പോയി അങ്ങ് കുളിച്ചിറങ്ങി. പക്ഷേ പല്ല് തേക്കാൻ മറന്നുപോയി കേട്ടോ. വന്നിട്ട് ഞാൻ പല്ല് തേക്കുവാണ് കേട്ടോ. വൈകുന്നേരത്തെ പല്ല് തേയാണിത്. പിന്നെ രാത്രിക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ പല്ല് തേക്കും, ഇല്ലെങ്കിൽ തേക്കത്തില്ല കേട്ടോ. ഇപ്പം രാവിലെയും തേച്ച് ഇപ്പോൾ വൈകുന്നേരം തേച്ചു. ചിലപ്പോൾ തേക്കും ചിലപ്പോൾ തേക്കത്തില്ല. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പല്ല് തേയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇന്ന്
അയ്യോ നല്ല തിരക്കുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. കാരണം എന്താ പാത്രം കഴുക്ക് തന്നെ ഒരു ലോഡുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ അടിച്ച് വാരി തുടയ്ക്കൽ, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ചോറൊക്കെ അമ്മയാണ് വെക്കണമെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തന്നെ നല്ല തിരക്കാണ് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ എല്ലാ ദിവസവും നിന്ന് തേക്കണോടത്ത് തന്നെയാണ് കേട്ടോ ഇപ്പം നിന്ന് തേക്കുന്നത്. രാവിലെ വേറെ സ്ഥലത്തായിരുന്നു കേട്ടോ, അപ്പുറത്തായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് പല്ലൊക്കെ തേച്ച്, അപ്പോൾ ചേട്ടൻ പിള്ളേരെ അടുത്തുണ്ട് കേട്ടോ, പിന്നെ അമ്മ അപ്പുറത്തുണ്ട്. പിന്നെ ഞാൻ വേറെ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തില്ല കാര്യമായിട്ട്. രാത്രി ആയപ്പോഴത്തേക്കും വൈകുന്നേരം പിന്നെ പല്ലൊക്കെ ഞാൻ തേച്ചിട്ട് വന്നിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പുമാവ് ഉണ്ടാക്കി, ഉപ്പുമാവിന് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല, ചെറുപയറാണ് കേട്ടോ. അപ്പോൾ പിന്നെ രാത്രിയിലത്തെ വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുത്തില്ല, കാരണം ഭയങ്കര ക്ഷീണമായിപ്പോയി. നേരത്തെ പിള്ളേരെയൊക്കെ ഉറക്കിയിട്ട് ഞാനും കയറി കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ. അപ്പോൾ അമ്പാടി വന്നിട്ട് ഇതേ കുറുമ്പും കുസൃതിയൊക്കെ കാണിക്കുകയാണ്. ഉപ്പുമാവ് വേണമെന്ന് വെച്ചിട്ട് അവന് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് കടന്നു പോയി കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.